ഹായ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സ്കൂള് റീഓപ്പൺ ചെയ്തതുകൊണ്ട് പെട്ടെന്നൊരു ടേബിൾ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലുള്ളത്. ഇത് നമ്മുടെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ മാറ്റാണ്. ഞാൻ 2 വെച്ച് ലെയർ ചെയ്യുന്നുണ്ട്. എനിക്കൊരെണ്ണം എക്സ്ട്രാ ഉള്ളത്. ഇതൊരു ഫ്ലവർ പോട്ടാണ്. അത് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളത് തൊടുമ്പോഴൊന്നും ഇളകി വരില്ല. ഇത് അതിൻ്റെ ഹൈറ്റ് അനുസരിച്ച് 3 ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ടേബിളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഈസി ആയിട്ട് വരില്ല. അതുപോലെ തന്നെ ഈ ഫ്രെയിം മോനും ഞാനും കൂടിയുള്ളൊരു ഫ്രെയിമാണ്. അതും അതിനകത്ത് തന്നെ സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ എന്നെ മിസ്സാവില്ല ഞാൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ. ഇത് മോൻ്റെ ആക്രിലിക് പോറിങ് ട്രൈ ചെയ്ത ഒരു ക്യാൻവാസാണ്. അതും കൂടി ആഡ് ചെയ്തു, അതൊരു പോസിറ്റീവ് വൈബ് ആക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ വണ്ടുതരം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് 3 ലെയറുള്ള ഒരു പെൻ ഹോൾഡറാണ്. അതിൽ സ്കെയിലും പെൻസിലും മാർക്കറും ഒക്കെ ആഡ് ചെയ്തിട്ട് താഴെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചു. അതും നമ്മൾ സെക്യൂർ ചെയ്തു. അപ്പോൾ ഓൺലൈൻ ക്ലാസ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പ്രിൻ്റർ. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ ഒരു കോർണറിലാക്കിയിട്ട് ഫിറ്റ് ചെയ്തു. അപ്പോൾ അത് അവൻ്റെ ഡെയിലി ലാപ്ടോപ്പ് അങ്ങനത്തെ ഒന്നും എഫക്റ്റ് ചെയ്യാതെ സൈഡിൽ തന്നെ ഉണ്ടാവും. പിന്നെ ടീച്ചർ പറയുമ്പോൾ അപ്പോൾ തന്നെ പ്രിൻ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇതൊരു മാഗ്നറ്റ് ഡെയിലി ഇത് എഴുതി വയ്ക്കാൻ പറ്റുന്ന ഷീറ്റിന് 3 വരുന്നൊരു പാക്കേജിൽ നിന്ന് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ചെറുതൊരെണ്ണം ഞാനിവിടെ ടേബിളിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഇതില്ല, അതുകൊണ്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഇതിവിടെ ഒട്ടിക്കുന്നത്. അപ്പം ഡെയിലിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഈ നമ്മുടെ സ്കെച്ച് പെൻ ഉപയോഗിച്ച് തന്നെ കുഞ്ഞിനെ എഴുതി വയ്ക്കാം ഹോംവർക്കൊക്കെ. ഇത് സ്കെച്ച് പെന്നിൻ്റെ ഒരു ബോക്സാണ്. ഇത് ഞാൻ നമ്മുടെ വണ്ടുതരം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. 4 dirhams എന്തോ ആയിരുന്നു. കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് തന്നെ വീണ്ടും താഴെ ഒട്ടിച്ചിട്ടാണ് നമ്മൾ ടേബിളിൽ അത് ഫിക്സ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്നതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇളകി പോവില്ല. അതുപോലെ തന്നെ കളർ പെൻസിലും ഇപ്പോൾ മോന് 1ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവർക്ക് ഡ്രോയിങ് ക്ലാസ്സൊക്കെ ഉള്ളപ്പോൾ ഇത് ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ ഷാർപ്പൻ ചെയ്തൊരു ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ മെസ്സി ആവില്ല. ഇതും അതുപോലെ തന്നെ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ടേബിളിൽ വെക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് റീച്ചബിളുമാണ്, എന്നാൽ ബോക്സ് ഇളകി പോവില്ല. അതുപോലെ തന്നെ വോളിൽ ടൈം ടേബിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റും അവരുടെ ടൈമിങ്ങും അടുത്ത ദിവസത്തെ ഒക്കെ സബ്ജക്ട്സൊക്കെ അറിയാൻ പറ്റും. അതനുസരിച്ചിട്ട് കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ നോക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അടുത്ത ദിവസത്തെ ടൈം ടേബിൾ നോക്കി പുസ്തകങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യാം. ഞാനിവിടെ റൈറ്റ് സൈഡിലെ ഡ്രോയിക്കകത്ത് നാളത്തേക്കുള്ള പുസ്തകങ്ങളൊക്കെ റെഡിയാക്കി വച്ചു. പിന്നീട് ക്ലാസ്സിൽ ടീച്ചേഴ്സ് നെക്സ്റ്റ് ഡേ വേണമെന്ന് പറയുന്ന ഫയൽസ് അത് വയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഫയൽ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം മോൻ്റെയൊക്കെ ക്ലാസ്സിൽ ഫ്ലാഷ് കാർഡൊക്കെ ആവശ്യമാണ്. അതും ഈ ഡ്രോയിൽ തന്നെ വയ്ക്കും. അപ്പം ഡെയിലി ക്ലാസ് ടൈമിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഈ ഡ്രോയിൽ വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഡ്രോയിൽ നമ്മൾ അന്നത്തേക്ക് ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ, വീട്ടിൽ ഉപയോഗിക്കുന്ന വർക്ക് ബുക്സും പിന്നെ അന്നത്തെ സബ്ജക്റ്റ് അല്ലാത്ത പുസ്തകങ്ങളും പിന്നെ എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചിട്ടുള്ള പുസ്തകങ്ങളും ഒക്കെയാണ് ഈ ഡ്രോയിൽ ഞാൻ വെച്ചിട്ടുള്ളത്. സോ അമ്മൂന് അത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല, നമ്മൾക്കത് ഈസിലി ആക്സസബിളുമാണ്. ഒരു ഡിക്ഷണറിയും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞിനിപ്പോൾ ആവശ്യമില്ല, എന്നാലും അതൊരെണ്ണം എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യം നല്ലതാണ്. ഇത് മോൻ്റെ ഷാർപ്നറാണ്. അതിൻ്റെ കൂടെ 2 ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സും വെച്ചിട്ടുണ്ട്. ഡിസ്ട്രാക്ഷൻ എന്നല്ല, കുഞ്ഞുങ്ങൾക്ക് അത്ര മണിക്കൂർ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒരു നോക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. സിസേഴ്സും ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മോന് സേഫായിട്ട് അത് ഉപയോഗിക്കാൻ അറിയുന്നതുകൊണ്ട് തന്നെ അത് പ്രശ്നമില്ല. പിന്നെ അവർക്ക് വേണമെന്നൊരു വൈറ്റ് ബോർഡ് ഉണ്ട്. അത് ഞാൻ ലവ് യു എന്നൊക്കെ എഴുതി വെച്ചത് പുള്ളി കണ്ടിട്ടില്ല. അതിന് പകരം ഇപ്പുറത്തെ സൈഡിലെടുത്ത് ടീച്ചർ രാവിലെ ചോദിക്കുന്നത് എങ്ങനെയുള്ള ഡേ ആണെന്ന് ചോദിക്കുന്നതിന് ഇന്നേ പുള്ളി എഴുതി വെച്ചിരിക്കുക നാളെ സണ്ണി ഡേ ആണെന്ന്. പിന്നെ ഇത് ഞാൻ വയർലെസ് മൗസാണ് ഇതിനകത്ത് കണക്റ്റ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ടേബിൾ ഓർഗനൈസേഷൻ. ഇത് അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് ഡെയിലി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവരെ മോട്ടിവേറ്റ് ചെയ്യാനും
അവർക്ക് ഓർഗനൈസ്ഡ് ആവാനുമൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാവും. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മായ്ക്കാൻ പറ്റും. എഴുതാൻ നമ്മൾക്ക് സ്കെച്ച് പെൻ മതിയാവും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളും കുഞ്ഞുങ്ങളുടെ ടേബിളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.